കെ.പി.സി.സിയുടെ നേതൃ ക്യാമ്പിൽ സുനിൽ കനുഗോലു പറയുന്ന കാര്യങ്ങൾ തള്ളുകയാണ് കോൺഗ്രസ് നേതാക്കൾ. അതായത് അദ്ദേഹം പറഞ്ഞിരുന്നത് ഭരണവിരുദ്ധ വികാരമായിരുന്നില്ല UDF-ന് വിജയത്തിലേക്ക് നയിച്ചത് എന്നൊക്കെയാണ്. അപ്പോൾ ശരിക്കും ആരാണ് ഈ സുനിൽ കനുഗോലു? നോക്കൂ, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു 5 മാസങ്ങൾക്ക് മുമ്പാണ് സുനിൽ കനഗോലു എന്ന പേര്, അതിൽ ടീം കനഗോലു എന്ന പേര് കേരള രാഷ്ട്രീയത്തിൽ കേൾക്കാനിടയായത്. അതിനുശേഷം കൃത്യമായി അവരാണ് UDF-ന് വേണ്ടി പൊളിറ്റിക്കൽ സ്ട്രാറ്റജികൾ പ്ലാൻ ചെയ്യുന്നതെന്നുള്ള പരസ്യമായ രഹസ്യം അറിയായിരുന്നു. അതിനുശേഷമാണ് മാധ്യമങ്ങളിലേക്ക് സുനിൽ കനഗോലു അല്ലെങ്കിൽ കനഗോലു ടീം പറയുന്നത് പോലെയാണ് UDF കേൾക്കുന്നത് എന്നുള്ള വാർത്തകൾ വരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കനഗോലു ടീമിൻ്റെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് അവർ നൽകിയ പട്ടിക അനുസരിച്ച്, അവരുടെ സ്ട്രാറ്റജി അനുസരിച്ചാണ് UDF ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയതും 5.26% വലിയ മാർജിനിലുള്ളൊരു ജയം കരസ്ഥമാക്കിയതെന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. പക്ഷേ ഇന്നലെ നമ്മുടെ ലക്ഷ്യ എന്ന പേരിൽ സുൽത്താൻ ബത്തേരിയിൽ വെച്ച് നടന്ന KPCC നേതൃ ക്യാമ്പിൽ സുനിൽ കനഗോലുവിൻ്റെ അദ്ദേഹം നൽകിയ റിപ്പോർട്ടുകൾ, ആ റിപ്പോർട്ടുകൾ തള്ളുന്ന ഒരു സാഹചര്യം, അതായത് VD സതീശനും അതായത് KPCC നേതൃത്വവും തള്ളുന്ന ഒരു സാഹചര്യം, അത്തരത്തിലുള്ള ആ ഒരു വിലയിരുത്തലല്ല സംഭവിച്ചിരിക്കുന്നത്. അതായത് ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചിട്ടില്ല, ക്രിസ്ത്യൻ വോട്ടുകൾ ഏകീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് തുടങ്ങി. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഭരണവിരുദ്ധ വികാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ബാക്കിയുള്ള മുതിർന്ന നേതാക്കൾ തള്ളിയതെന്ന് തോന്നുന്നു. കനഗോലു പറയുന്ന മറ്റു കാര്യങ്ങൾ എന്ന് പറയുന്നത് ഹിന്ദു വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല, മുസ്ലിം വോട്ടുകൾ കൃത്യമായി തന്നെയുണ്ട്, അതുപോലെ തന്നെ ക്രിസ്ത്യൻ വോട്ടുകളും സമാഹരിക്കാൻ പാർട്ടിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. പിന്നെ LDF-ന്റെ പാർട്ടി വോട്ടുകൾ, രാഷ്ട്രീയപരമായിട്ടുള്ള വോട്ടുകൾ, കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്ക് മുൻപ് കെവിൻ അടക്കം പറഞ്ഞിരുന്നു രാഷ്ട്രീയപരമായിട്ടുള്ള CPM-ന്റെ വോട്ടുകൾ പൊട്ടിപ്പോയിട്ടില്ല എന്ന്. അത് തന്നെയാണ് കനുകൂലു പറഞ്ഞിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇത്രയും വിലയിരുത്തലുകളിൽ ഈ പറഞ്ഞ LDF-ന്റെ വോട്ടുകൾ പൊട്ടിയിട്ടില്ല എന്ന് പറഞ്ഞതും, അതുപോലെ തന്നെ ഭരണവിരുദ്ധ വികാരമല്ല UDF-നെ വിജയത്തിലേക്ക് നയിച്ചത് എന്നുമുള്ള 2 കാര്യങ്ങളാണ് മുതിർന്ന നേതാക്കൾ തിരുത്തിയിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിച്ചത്. അതെ, തീർച്ചയായിട്ടും. അതായത് അദ്ദേഹം പറയുന്ന ഒരു ഭാഗത്തോട് തികഞ്ഞ വിയോജിപ്പാണ് KPCC നേതൃത്വം VD സതീശൻ ഉൾപ്പെടെയുള്ളവർ പ്രകടിപ്പിച്ചത്. നോക്കൂ, കഴിഞ്ഞ കാലങ്ങളിൽ UDF-നോട് ഇടഞ്ഞു നിന്നിരുന്ന ക്രിസ്ത്യൻ വോട്ടുകളെ ഏകോപിപ്പിക്കുന്നതിൽ VD സതീശൻ വലിയൊരു പങ്ക് വഹിച്ചിരുന്നു. യാക്കോബ സഭ ഒഴികെയുള്ള ബാക്കി എല്ലാ സഭകളെയും മധ്യ കേരളത്തിൽ, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ, മധ്യ കേരളത്തിൽ കോട്ടയം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ക്രിസ്ത്യൻ വോട്ടുകൾ ഏകീകരിക്കാനും അത് UDF-ലേക്ക് എത്താനുമുള്ള സാധ്യതകൾ VD സതീശനിലൂടെ തുറന്നു എന്നുള്ള അത് KPCC-യുടെ വിലയിരുത്തൽ, അത്തരത്തിലൊരു വിലയിരുത്തൽ അതിൽ VD സതീശനിൽ ഒരു പൊൻതൂവൽ കൂടിയായി എന്നുള്ളൊരു ഒരു പരിച്ഛേദം അതിന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പറയുന്നത് ഈ ഭരണവിരുദ്ധ വികാരം, ഞാൻ പറയുന്നല്ലോ, അതായത് നമ്മൾ പറയുന്നത് തന്നെയാണ് കനകൂലവും പറയുന്നത്. അതായത് ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ പ്രതിഫലിച്ചിട്ടില്ല. അത്തരത്തിൽ ഭരണവിരുദ്ധ വികാരം പ്രതിഫലിക്കുക പിണറായി വിജയനെ ഇഷ്ടമല്ല, പിണറായി വിരുദ്ധതയാണ്. അല്ലാതെ സംസ്ഥാനത്തിൻ്റെ ഭരണത്തിൽ 9 വർഷം എടുത്തു നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു മാറ്റം കേരളത്തിൽ കാണാനുണ്ട്. അഡ്മിനിസ്ട്രേഷൻ ലെവലിലും എടുത്തു കാണിക്കാൻ തക്ക വിധത്തിൽ സാമൂഹിക. പക്ഷെ അതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് കനുകൂലു പറയുന്നില്ല. ഭരണവിരുദ്ധ വികാരമല്ല UDF-നെ വിജയത്തിലേക്ക് നയിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് UDF-ന്റെ കൂട്ടായ പ്രവർത്തനം കാരണമാണ് UDF ജയിച്ചത്, അല്ലാതെ CPM-ന്റെ വീഴ്ച കാരണമല്ല UDF ജയിച്ചത്. അത് പ്രവർത്തന മികവ് എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത്. അത് തീർച്ചയായിട്ടും. അതായത് കഴിഞ്ഞ ചർച്ചകളിലൊക്കെ ഞാനും ഹർഷയും ഒക്കെ പറഞ്ഞു, കഴിഞ്ഞ 1 മാസമായി ചർച്ച ചെയ്യുന്നതിൽ മേഘ ഉൾപ്പെടെയുള്ള ചർച്ച ചെയ്യുന്നത് നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്. കോൺഗ്രസ് കേരളത്തിൽ നിന്ന് നശിച്ചു പോകുന്നൊരു സാഹചര്യമുണ്ട്. അവസാനത്തെ കച്ചി തുരുമ്പെന്നോണം പ്രവർത്തകരും അല്ലെങ്കിൽ തന്നെ അനുഭാവികളും എല്ലാം കിട്ടി അവസാന ഒരു പിടിവള്ളിയിൽ പിടിച്ച് കയറുന്നൊരു സാഹചര്യം. ഇത് കോൺഗ്രസിൻ്റെ വലിയ സംഘടനാ പ്രവർത്തനം കൊണ്ടൊന്നുമില്ല. കോൺഗ്രസ് നശിച്ചു പോകരുതെന്ന് കരുതുന്ന ഇവിടുത്തെ ജനങ്ങൾ നൽകിയ വോട്ടാണ് അവർക്ക് ഇത്തരത്തിൽ ഒരു വലിയ ബൂമ് നൽകിയത്, ഇപ്പോൾ എഡ്ജ് നൽകിയതും. ആ ഒരു കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 80 സീറ്റുകൾ വരെ വിജയിക്കാം എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് സംസ്ഥാന നേതൃ ക്യാമ്പും അതേപോലെ തന്നെ KPCC വന്നിരിക്കുന്നത്. പക്ഷേ ജനങ്ങൾക്ക് നേതൃ ക്യാമ്പ് 85 എന്ന് പറയുന്നു, VD സതീശൻ ഇപ്പോഴും പറയുന്നത് 100-ലധികം 110 ട്രോളുകളൊക്കെ വന്നു. എന്നാൽ 30 കൂടെ തികച്ചു 140 സീറ്റ് അങ്ങ് എടുത്തോ, ഇവിടെ വേറെ സംവിധാനങ്ങൾ വേണ്ടേ എന്നുള്ളതാണ്. നമുക്ക് ഒരു 85-90 സീറ്റുകൾക്കകത്ത് വിജയത്തിലൊക്കെ എത്താനുള്ള സാഹചര്യം നിലവിലുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് മറ്റൊരു പേടിയുണ്ട്. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം കോൺഗ്രസ് ആണ് പാർട്ടി, ഉൾപാർട്ടി ജനാധിപത്യവും സംഘടനാ ജനാധിപത്യവും ഏറ്റവും കൂടുതലുള്ള പാർട്ടിയാണ്. CPM-നെ പോലെ ഏകാധിപത്യ മനോഭാവമല്ല, കേഡർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല. അതുകൊണ്ട് തന്നെ ഹയറാർക്കി ലെവലിൽ പറയുന്ന കാര്യങ്ങളെക്കാളും സ്വന്തമായി നേതാക്കന്മാർക്ക് ഒരുപാട് അഭിപ്രായമുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ
തമ്മിൽ തമ്മിൽ രൂക്ഷമാകാനുള്ള സാഹചര്യമുണ്ട്. ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അവസരത്തിൽ തന്നെ എല്ലാവരും പറഞ്ഞ പല ഇടതുപക്ഷ അനുകൂലികളും പറഞ്ഞൊരു കാര്യമാണ്. ഇനിയിപ്പോൾ തദ്ദേശം ജയിച്ചല്ലോ, ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസിനുള്ളിൽ വലിയൊരു ചേരിപ്പോരും ഗ്രൂപ്പിസവും ഒക്കെ ആരംഭിക്കുമെന്ന്. പക്ഷെ അതിന്റെ ഒരു ഇമ്പാക്റ്റ് ഒന്നും കണ്ടു തുടങ്ങിയിട്ടില്ല ഇതുവരെയും. അങ്ങനെ ഒരു ഗ്രൂപ്പിസമോ തമ്മിലോ ഇത്തവണ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണെന്നല്ലേ മനസ്സിലാക്കേണ്ടത്. KPCC നേതൃ ക്യാമ്പിൽ KC വേണുഗോപാലും വി ഡി സതീശനും ഉൾപ്പെടെയുള്ളവർ സംസാരിക്കുന്നത് നമ്മൾ കേട്ടു. ആദ്യം പാർട്ടി ജയിക്കട്ടെ, എന്നിട്ടല്ലേ മുഖ്യമന്ത്രിയെ പറ്റി തീരുമാനിക്കേണ്ടത്. അവർ ടീം UDF എന്ന നിലയിൽ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ്. ഇത്തരത്തിൽ മാധ്യമ വാർത്തകൾക്കൊന്നും വില കൊടുക്കുന്നില്ല. മനസ്സിലുണ്ടാകും, മനുഷ്യരല്ലേ. ഇപ്പോൾ 6-7 മുഖ്യമന്ത്രിമാരെ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന പാർട്ടിയായി കോൺഗ്രസ് വളർന്നു എന്നുള്ളൊരു മെറിറ്റാണ്. അത്രയും മുഖങ്ങളെ ഉയർത്തിക്കാട്ടാൻ കഴിയുന്നു. CPM-ന് പിണറായി വിജയൻ അപ്പുറത്തേക്ക് മറ്റൊരു ഒരു ഓറയുള്ള ലീഡർ, പൊളിറ്റിക്കൽ ഓറയുള്ള ലീഡറിനെ എടുത്തു കാട്ടാൻ കഴിയുന്നില്ല. ഇപ്പോഴത്തെ രമേശ് ചെന്നിത്തല നിൽക്കുന്നു, വി ഡി സതീശൻ നിൽക്കുന്നു, കെ സുധാകരൻ നിൽക്കുന്നു, സണ്ണി ജോസഫ് നിൽക്കുന്നു. അങ്ങനെ ഒരു പട്ടിക തന്നെയുണ്ട്. KC വേണുഗോപാൽ നിൽക്കുന്നു. അത്തരത്തിലുള്ള ഒരു പട്ടിക തന്നെയുണ്ട്. അപ്പോൾ ആദ്യം ജയിക്കട്ടെ, അതിനുശേഷം ഹൈക്കമാൻഡും നാഷണൽ മാൻഡേറ്റുകളും എല്ലാം അടിസ്ഥാനത്തിലായിരിക്കും മുഖ്യമന്ത്രി തീരുമാനിക്കുക. നിലവിൽ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ടീം UDF മുന്നോട്ട് പോകുന്നത്. പക്ഷേ CPM-നെ തള്ളിക്കളയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. CPM എന്ന് പറയുന്നത് മൊത്തത്തിലൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിലും സിറ്റിംഗ് MLA-മാർക്കെല്ലാം നല്ല പേരുള്ള MLA-മാരാണ്. അവരെ തന്നെ വീണ്ടും കളത്തിലിറക്കാനുള്ള ലക്ഷ്യവുമായിട്ടാണ്. LDF-നെയും CPM-നെയും തള്ളിക്കളയാൻ പറ്റില്ല. അവരുടെ സർജിക്കൽ സ്ട്രൈക്കുകൾ കേരളം കാണാനിരിക്കുന്നതേ ഉള്ളൂ. അവർ പണി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഈസി വാക്ക് ഓവർ ആയിരിക്കില്ല കോൺഗ്രസിന്. നെക്ക് ടു നെക്ക് ഫൈറ്റ് നൽകാൻ കഴിയും. ചിലപ്പോൾ വിജയിച്ചേക്കാം. ഒരു 10 വർഷത്തെ ഭരണം ജനങ്ങൾ മാറണമെന്ന് ആഗ്രഹിച്ച ഒരു വിജയം സംഭവിച്ചേക്കാം. പക്ഷേ ഈ വി ഡി സതീശൻ പറയുന്നത് പോലെ 110 സീറ്റുകൾ നിഷ്പ്രയാസം ലഭിക്കുമെന്നൊന്നും ഈ ഘട്ടത്തിൽ നേഷൻ ഫസ്റ്റ് കരുതുന്നില്ല. പക്ഷേ ഈ പറയുന്നത് പോലെ ഒരു കൃത്യമായ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയോടുകൂടി CPM തിരിച്ചു വരുമെന്ന് പറയുമ്പോഴും ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ആഴ്ചകളായിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അത് വളരെ വലിയൊരു സമയമാണ്. ഇനിയുള്ള 2 മാസങ്ങളാണ്. പക്ഷേ അതിനു വേണ്ട ഒരു കൃത്യമായ ഒരു പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് ഇടതുപക്ഷത്തിൽ അല്ലെങ്കിൽ CPM-ൽ തന്നെ നടന്നിട്ടില്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നമ്മളൊന്നും പ്രത്യക്ഷത്തിലൊന്നും കാണുന്നില്ല. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സിറ്റിംഗ് MLA-മാർക്കെല്ലാം നല്ലൊരു മേൽക്കൈ ഉണ്ട് എന്ന് പറയുമ്പോഴും ഈ പറഞ്ഞ 2 ടേം വ്യവസ്ഥ മാറ്റിവെക്കുന്നു. പല ഇളവുകളും നൽകാൻ ഇടതുപക്ഷം തയ്യാറാകുന്നു. അപ്പോൾ എങ്ങനെയും വിജയിക്കണം, നമുക്ക് നമ്മുടെ നയങ്ങൾ മാറ്റിവെക്കാം, എന്തായാലും വിജയിച്ചാൽ മതി എന്നുള്ളൊരു തരത്തിലേക്ക് വന്നു. എന്നാലും അതിലൊരു പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗിന്റെ കുറവ് കാണുന്നില്ലേ? ഇപ്പോൾ ആദ്യഘട്ടത്തിൽ കഴിഞ്ഞ ഏതോ ഒരു ചർച്ചയിൽ കെബിൻ പറയുന്നുണ്ടായിരുന്നു, ഡോക്ടറിൻ ഓഫ് ലാബ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? അത്തരം ഒരു വലിയൊരു സ്ട്രാറ്റജി എടുത്ത് വീണ്ടും തിരിച്ചു വരുമെന്ന് പറയുന്ന ഒരു ആർജവം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടതുപക്ഷത്തെ ആൾക്കാർ പറയുമ്പോൾ, അല്ലെങ്കിൽ ഇടതുപക്ഷ പൊളിറ്റിക്സ് പറയുന്ന മാധ്യമപ്രവർത്തകർ സംസാരിക്കുമ്പോൾ അത് കാണുന്നില്ല. അത് ഇടതുപക്ഷത്തിന്റെ വീഴ്ചയല്ലേ? അല്ല, വീഴ്ചയല്ല. അവർ പണി തുടങ്ങിയിട്ടേ ഉള്ളൂ. നോക്കൂ, അതായത് ഇപ്പോഴൊരു വലിയ രീതിയിലുള്ള ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും CPM-ന്റെ യോഗങ്ങളെല്ലാം ചേരുമ്പോഴത്തേന് പിണറായി വിജയനെ ഇനി അങ്ങോട്ടേക്ക് അധികം അടുപ്പിക്കേണ്ട, പിണറായി വിരുദ്ധതയാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു ഘടകം അവിടെ നിൽക്കുന്നു. രണ്ടാമതായി CPM ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട്, LDF മുന്നണി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പല രീതിയിലുള്ള സ്ട്രാറ്റജികൾ പ്ലാൻ ചെയ്യുന്നു. ഈ രണ്ടുതരം വ്യവസ്ഥ മാറ്റുന്നത് തന്നെ അത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. അപ്പോൾ സിറ്റിംഗ് MLA-മാരെ മാറ്റേണ്ട എന്ന് കോൺഗ്രസ് തീരുമാനമെടുക്കുന്നു. അതേപോലെ തന്നെ ഇളവുകൾ നൽകാനായിട്ട് CPM തീരുമാനമെടുക്കുന്നത് തന്നെ മൊത്തത്തിൽ സംസ്ഥാനത്തൊട്ടാകെ ആൻറ്റി ഇൻകംബൻസി ഉണ്ട് എന്ന് പറയുമ്പോഴും MLA-മാരുടെ പ്രോഗ്രസ് റിപ്പോർട്ടുകൾ ഇപ്പോഴും മികച്ചു നിൽക്കുന്നതാണ്. ഇപ്പോൾ P. രാജീവിനെ പോലെയുള്ളവർ, അല്ലെങ്കിൽ KN ബാലഗോപാലിനെ പോലെയുള്ളവർ ഇപ്പോൾ ശിവൻകുട്ടി മത്സരിക്കുന്നില്ല എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഇത്രയും വലിയ വിവാദത്തിലുണ്ടായിരുന്ന വീണ ജോർജിനെ വീണ്ടും മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ KK ശൈലജയെ മുഖ്യമന്ത്രിക്ക് ശേഷം പിണറായി വിജയനാണ് നയിക്കുന്നത് ഒരു രണ്ടാം വൈസ് ക്യാപ്റ്റൻ എന്ന നിലയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകൾ, ഇതെല്ലാം സാധ്യതകളാണ്. ഇനിയിപ്പോൾ സാധ്യതകൾ മാത്രമാണ്. CPM എന്തോ ഒന്ന് കരുതി വെച്ചിട്ടുണ്ട്. അത് വരും ദിവസങ്ങൾ നമുക്ക് കാണാൻ കഴിയും.